Assalamu alaikum wa rahmatullahi wa barakatuh. How are you, my dear students? എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ റാഹത്തല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ വഹിഫ്ളൻ വഈമാനൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠേതാ? മാരേജ് ഓഫ് അബ്ദുള്ള വിത്ത് ആമിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയായ അബ്ദുള്ളയും ഉമ്മയായ ആമിന ബീവിയും തമ്മിലുള്ള കല്യാണത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യ കഥ പറഞ്ഞു, പിന്നീട് അതിൻ്റെ ആക്ടിവിറ്റീസും ചെയ്തു അല്ലേ? അപ്പോൾ ആ കഥയിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ആദ്യം അബ്ദുള്ള എന്നവരെ കുറിച്ച് പറഞ്ഞു. അബ്ദുള്ള എന്നവർ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ 10ാമത്തെ മോനാണ്. അബ്ദുൽ മുത്തലിബ് അന്നത്തെ ഖുറൈശികളുടെ തലവനായിരുന്നു, നേതാവായിരുന്നു. അങ്ങനെ ഈ അബ്ദുള്ളക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ, അദ്ദേഹം ഒരു യുവാവായപ്പോൾ ആമിന എന്ന ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുകയുണ്ടായി. ആമിന ബീവി അതീവ സുന്ദരിയായിരുന്നു. അങ്ങനെ ആമിന ബീവിയെ കല്യാണം കഴിക്കാൻ വേണ്ടി സ്വന്തം ഉപ്പയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. സ്വന്തം ഉപ്പയായ അബ്ദുൽ മുത്തലിബ് ആമിന ബീവിയുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബ് ആമിന ബീവിയുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബ് ആമിന ബീവിയുടെ ഉപ്പയായ വഹബ് എന്നവരുടെ അടുത്തേക്ക് ചെന്നിട്ട് വിവാഹത്തിന് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ അവർ രണ്ടുപേരുമുള്ള വിവാഹം അങ്ങനെ നടക്കുകയാണ് ഉണ്ടായത്. നമ്മൾ കഥയിൽ പറഞ്ഞില്ലേ? അപ്പോൾ ഈ നബിയുടെ ഉപ്പയായ അബ്ദുള്ള എന്നവരെ കുറിച്ച് ഒരു ചരിത്രമുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബിന് 10 മക്കളായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് അബൂ ത്വാലിബ്, അതിൽപ്പെട്ട ഒരാളാണ് അബൂ ലഹബ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഖുർആനിലൊക്കെ അല്ലേ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂ ലഹബ് എന്നവർ ഈ അബ്ദുൽ മുത്തലിബിൻ്റെ 10 മക്കളിൽപ്പെട്ട ഒരാളാണ്. ഇവരിൽപ്പെട്ട അവസാനത്തെ മോനായിരുന്നു അബ്ദുള്ള. നബിയുടെ ഉപ്പ അബ്ദുള്ള ഇവരിൽപ്പെട്ട അവസാനത്തെ മോനായിരുന്നു അബ്ദുള്ള. അങ്ങനെ അബ്ദുള്ള വളരെ നല്ല ഭംഗിയുള്ള ആളായിരുന്നു. അബ്ദുള്ള നല്ല സുന്ദരനായിരുന്നു. അബ്ദുള്ളാൻ്റെ മുഖത്തൊരു പ്രത്യേക പ്രകാശം ഉണ്ടായിരുന്നു എന്നാണ് പല ആളുകളും പറയുന്നതായി ചരിത്രത്തിലൊക്കെ കാണാം. അബ്ദുള്ള എന്നവരുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശമായിരുന്നു. ഒരുപക്ഷെ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയാണല്ലോ, അതുകൊണ്ടായിരിക്കാം അള്ളാഹു ഒരു പ്രത്യേക പ്രകാശം നൽകിയിരുന്നു അബ്ദുള്ള എന്നവരുടെ മുഖത്ത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ നബിയുടെ ഉപ്പാപ്പ, അബ്ദുള്ളയുടെ ഉപ്പ, അബ്ദുള്ള എന്നവരുടെ ഉപ്പ. ഈ അബ്ദുൽ മുത്തലിബ് പണ്ട് സംസം വെള്ളത്തിൻ്റെ ഒരു ചെറിയ വിഷയത്തിൽ ഖുറൈശികളോട് ചർച്ച നടത്തിയ സമയത്ത് തൻ്റെ ഏതെങ്കിലും ഒരു മോനെ കഅബയിൽ കൊണ്ടുപോയി ബലി അർപ്പിക്കും എന്ന് നേർച്ച ചെയ്തിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് തൻ്റെ മക്കളെല്ലാം വിളിച്ചു കൂട്ടി എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു നേർച്ചയുണ്ട്, ആ നേർച്ച നടത്തണം. ആ നേർച്ച നടത്തുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് ബലി അർക്കപ്പെടുക എന്ന് പറഞ്ഞു. മക്കളൊക്കെ സമ്മതിച്ചു. അങ്ങനെ നറുക്കെടുത്തിട്ട്, നറുക്കെടുക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ, എല്ലാവരുടെ പേരും ഇങ്ങനെ എഴുതിയിട്ടിട്ട് നറുക്കാക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒരാളുടെ പേരെടുത്തിട്ട് അയാളെയാണ് ബലി അർക്കുക എന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ 10 മക്കളുടെ പേരും നറുക്കാക്കിയിട്ട് ഓരോ പേപ്പറിൽ എഴുതിയിട്ട് ഇട്ടിട്ട് ആ നറുക്ക് അങ്ങനെ എടുത്തപ്പോൾ അബ്ദുള്ള എന്നവരെയാണ് കിട്ടിയത്. അബ്ദുള്ള എന്നവരെ ബലി അറുക്കാനാണ് ആ നറുക്കിൽ കിട്ടിയത്. അങ്ങനെ അബ്ദുള്ള എന്നവരെയും കൂട്ടി അബ്ദുൽ മുത്തലിബ് കഅബയിലേക്ക് നടന്നുപോയി. എന്തിന്? ബലി അറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഖുറൈശികളിൽ പലരും വന്നു. എന്നിട്ട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബേ, നിങ്ങളങ്ങനെ ചെയ്യരുത്. നിങ്ങളെ മക്കളിൽ ഏറ്റവും സൽഗുണ സമ്പന്നനും ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയും എല്ലാവർക്കും ഒരു മാതൃകാ പുരുഷനാക്കി വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല വ്യക്തിയാണ് അബ്ദുള്ള എന്നവർ. അതുകൊണ്ട് ഒരിക്കലും ബലി ഇറക്കരുത്, ഒരു ജീവനല്ലേ എന്നൊക്കെ പറഞ്ഞ അബ്ദുൽ മുത്തലിബിനോട് അന്നത്തെ ഖുറൈശികളിലെ പല പ്രമുഖരും പല നല്ല നേതാക്കളും ആളുകളൊക്കെ വന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു തീരുമാനത്തിലെത്തി. എന്തെന്ന് വെച്ചാൽ അബ്ദുള്ള എന്ന് ഒരു നറുക്കിൽ എഴുതിയിട്ട് ഇടും, മറ്റൊരു നറുക്കിൽ 10 ഒട്ടകം,
അങ്ങനെ 2 നറുക്കാക്കിയിട്ട് അതിൽ നിന്ന് എടുക്കാൻ തീരുമാനിച്ചു. അബ്ദുള്ളയെ കിട്ടിയാൽ അബ്ദുള്ളനെ ബലിയറുക്കേണ്ടി വരും. 10 ഒട്ടകം എന്ന് കിട്ടിയാൽ അബ്ദുള്ളക്ക് പകരം 10 ഒട്ടകത്തെ ബലിയറുക്കാം. അങ്ങനെ നറുക്കെടുത്തപ്പോൾ വീണ്ടും അബ്ദുള്ള എന്ന് തന്നെ കിട്ടി. അപ്പോൾ ആരും സമ്മതിക്കുന്നില്ല അബ്ദുള്ളയെ അറുക്കാൻ, ഒരു ജീവനല്ലേ. അപ്പോൾ മറ്റൊരു തീരുമാനത്തിലെത്തി, 10 ഒട്ടകം കൂടി കൂട്ടി 20 ഒട്ടകം അല്ലെങ്കിൽ അബ്ദുള്ള. പിന്നെ നറുക്കെടുത്തു, പിന്നെ അബ്ദുള്ള തന്നെ കിട്ടി. അപ്പോൾ 30 ഒട്ടകം അബ്ദുള്ള. അപ്പോൾ ഇതിന് പകരം അബ്ദുള്ളയെ അറക്കുന്നതിന് പകരം 30 ഒട്ടകത്തെ അറക്കണം. അങ്ങനെ നറുക്കെടുത്ത് പിന്നെയും അബ്ദുള്ള എന്ന് കിട്ടിയിട്ട് 100 ഒട്ടകം അപ്പുറത്ത് അബ്ദുള്ള എന്നായപ്പോൾ 100 ഒട്ടകം എന്ന നറുക്ക് വീണു. അങ്ങനെ അബ്ദുള്ളയെ ബലി അറുക്കുന്നതിന് പകരം അബ്ദുൽ മുത്തലിബ് 100 ഒട്ടകത്തെ ബലിയറുത്തു എന്നാണ്. എന്നിട്ട് അവിടുത്തെ പാവങ്ങൾക്കൊക്കെ വിതരണം ചെയ്തു. 100 ഒട്ടകത്തെ ബലിയറുത്തു. അപ്പോൾ അബ്ദുള്ള എന്നിവരുടെ ചരിത്രത്തിൽ ഇത് പറയാറുണ്ട്. 100 ഒട്ടകത്തെ അബ്ദുള്ളക്ക് പകരം അബ്ദുൽ മുത്തലിബ് ബലിയറുത്തിട്ടുണ്ട്. അങ്ങനെ ഈ അബ്ദുള്ള മുഖത്ത് പ്രത്യേക ഒരു പ്രകാശമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അബ്ദുള്ള എന്നവരെ കാണാൻ, നബിയുടെ ഉപ്പാനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അവരുടെ മുഖത്തിന് വല്ലാത്തൊരു പ്രകാശമായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീ ഒരിക്കൽ അബ്ദുള്ള എന്നവരുടെ അത് കണ്ടിട്ട് സുലഭം ഇതിലുള്ള ഒരു സ്ത്രീ. ശ്യാമിൽ എത്ര മിനിറ്റായി? 4. ഏയോ? അങ്ങനെ ചരിത്രത്തിൽ കാണാം, ഒരു സ്ത്രീ ഒരിക്കൽ അബ്ദുള്ള എന്നവരുടെ അടുത്തേക്ക് വരും. കല്യാണത്തിനൊക്കെ മുമ്പ് ഒരു സ്ത്രീ അബ്ദുള്ളയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ആ സ്ത്രീക്ക് ഭാവിയെക്കുറിച്ചും വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു എന്ന് കിതാബുകളിൽ കാണാം. ആ സ്ത്രീ അബ്ദുള്ള എന്നവരുടെ അടുത്തേക്ക് വന്നിട്ട് അബ്ദുള്ളയോട് പറയും, നിങ്ങളുടെ മുഖത്തിന് വല്ലാത്തൊരു പ്രകാശമുണ്ട്, ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് എന്തോ ഒരു അത്ഭുതം സംഭവിക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ അബ്ദുള്ള കല്യാണം കഴിക്കാത്ത മട്ടിൽ അബ്ദുള്ള അവിടുന്ന് പോകും. അബ്ദുള്ളാൻ്റെ മുഖത്ത് ഈ പ്രത്യേക പ്രകാശമുള്ളതിനാൽ തന്നെ അവിടുത്തെ മക്കയിലെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാവരും സ്വന്തം മകളെ അബ്ദുള്ളക്ക് കെട്ടിച്ചു കൊടുക്കാൻ, സ്വന്തം മരുമകനായി അബ്ദുള്ളയെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ അബ്ദുള്ള എത്ര വലിയ അന്വേഷണങ്ങൾ വന്നാലും ഒന്നിനും സമ്മതിച്ചില്ലായിരുന്നു. അങ്ങനെ അബ്ദുള്ള എന്നവർ ആമിന ബീവിയെ പിന്നീട് കല്യാണം കഴിച്ചു. നമ്മൾ കഥയിൽ പറഞ്ഞ പോലെ ആമിന എന്ന ഒരു സ്ത്രീയെ കാണുകയും ആമിനയെ നന്നായി ഇഷ്ടപ്പെടുകയും സ്വന്തം ഉപ്പായോട് ചെന്ന് പറഞ്ഞു. ഉപ്പ ആമിന ബീവിയുടെ ഉപ്പയായ വഹബിനെ സമീപിച്ച് കല്യാണം നടക്കുകയുണ്ടായി. അങ്ങനെ കല്യാണം കഴിച്ച് ആമിന ബീവിയുമായി കുറച്ചു കാലം താമസിച്ചു. ആദ്യത്തെ 3 ദിവസം ആമിന ബീവിയുടെ വീട്ടിലാണ് അബ്ദുള്ള എന്നവരും ആമിന ബീവിയും താമസിച്ചത്. അങ്ങനെ ഇതിന് ശേഷം മുമ്പ് കണ്ട സ്ത്രീയില്ലേ, അബ്ദുള്ളക്ക് എന്തോ അത്ഭുതം സംഭവിക്കാനുണ്ടെന്ന്, അവരെ വീണ്ടും അബ്ദുള്ള കാണുകയുണ്ടായി. ആ സമയത്ത് അബ്ദുള്ള ചോദിച്ചു, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പോൾ സ്ത്രീ പറഞ്ഞു, അന്ന് ഞാൻ നിങ്ങളുടെ മുഖത്തൊരു പ്രത്യേക പ്രകാശം കണ്ടിട്ടാണ് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് നിന്ന് ആ പ്രകാശം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുള്ളയെ പിന്നെ അബ്ദുൽ മുത്തലിബ് മദീനയിലേക്ക് ഈത്തപ്പഴം, കുടുംബത്തിന് വേണ്ടിയുള്ള ഈത്തപ്പഴം ശേഖരിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ അബ്ദുള്ള ആ യാത്ര പോയി തിരിച്ചു വരുമ്പോഴാണ് അബ്ദുള്ള എന്നവർ മരണപ്പെടുന്നത്. അതിനുശേഷമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതൊക്കെ. അപ്പോൾ ആമിന ബീവിയും അബ്ദുള്ള ബീവിയും കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലേ ഒപ്പം താമസിച്ചിട്ടുള്ളൂ. കുറച്ച് കാലേ അവർ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചിട്ടുള്ളൂ. അതിനുശേഷം അബ്ദുള്ള എന്നവർ പെട്ടെന്ന് തന്നെ വഫാത്തായി, മരിച്ചുപോയി. മദീനയിലാണ് അബ്ദുള്ള എന്നവരുടെ ഖബറുള്ളത്. പിന്നെ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നു. നബി ഉമ്മ ആമിന ബീവിയോടൊപ്പം ജീവിക്കുന്നു. അങ്ങനെ നബിയുടെ 6-ാം വയസ്സിൽ
തൻ്റെ ഉപ്പയെ കാണിച്ചു കൊടുക്കാൻ, തൻ്റെ ഉപ്പയുടെ ഖബർ എവിടെയാണ്, ഉപ്പ ആരാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും കുടുംബക്കാരെല്ലാം കാണിക്കാനും വേണ്ടി ആമിന ബീവിയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോകുന്നു. അവരുടെ ഒപ്പം ഉമ്മു ഐമൻ എന്ന ഒരു പരിചാരികയും ഉണ്ടായിരുന്നു, ഒരു ഹാദിമത്ത്, അതായത് ഇവരെ കുടുംബത്തിന് വേണ്ടി എല്ലാ സഹായവും ചെയ്യുന്ന ഉമ്മു ഐമൻ എന്നൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. അങ്ങനെ നബിയുടെ ഉമ്മ ആമിന ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉമ്മു ഐമനും മദീനയിലേക്ക് പോയി. അങ്ങനെ അബ്ദുള്ള എന്നിവരുടെ ഖബറൊക്കെ സിയാറത്ത് ചെയ്യുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്വന്തം ഉപ്പാൻ്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നുണ്ട്. നബി തങ്ങൾ ഉപ്പയെ കണ്ടിട്ടില്ല. നബി ജനിക്കും മുമ്പേ അബ്ദുള്ള എന്നിവർ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഉപ്പാൻ്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. അങ്ങനെ മദീനയിലെ പല കുളങ്ങളൊക്കെ പറയുന്നുണ്ട്. നബി അവിടെ നിന്നാണ് നീന്തൽ പഠിച്ചത്. സ്വന്തം ഉമ്മ ആമിന ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീന്തൽ പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. 6-ാം വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീന്തൽ പഠിച്ചത്. അങ്ങനെ അവർ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അബവാ എന്ന സ്ഥലത്തെത്തുമ്പോൾ സ്വന്തം ഉമ്മ രോഗിയായി മരണപ്പെടുന്നുണ്ട്. ആമിന ബീവി മരണപ്പെട്ടു. പിന്നെ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്ദുൽ മുത്തലിബ്, നബിയുടെ ഉപ്പപ്പ അബ്ദുള്ള എന്നിവരുടെ ഉപ്പ അബ്ദുൽ മുത്തലിബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുന്നത്. അബ്ദുൽ മുത്തലിബിൻ്റെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ അബൂ ത്വാലിബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി വളർത്തുന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നു. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുന്നു. അങ്ങനെ പ്രധാന സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അബ്ദുള്ള എന്നിവരുടെ ഈ ചരിത്രം പറയാനാണ് ഈ ക്ലാസ്സിൽ വന്നത്. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ പാഠം സുന്ദരമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളോട് 2 ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറയണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അബ്ദുള്ള എന്നിവരുടെ ക്ലാൻ ഏതാണ്? അബ്ദുള്ള എന്നിവരുടെ കുലം ഏതാണ്? കുടുംബം ഏതാണ്? ബനു സുഹ്റ അല്ല, ബനു ഹാഷിം. ബനു ഹാഷിമാണ് അബ്ദുള്ള എന്നിവരുടെ കുടുംബം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആമിന എന്നിവരുടെ ക്ലാൻ ഏതാണ്? ആമിന എന്നിവരുടെ കുടുംബം ഏതാണ്? ബനു സുഹ്റ. ഓക്കെ, ബനു സുഹ്റ എന്ന കുടുംബത്തിലാണ് ആമിന ബീവി. അബ്ദുള്ള എന്നവർ ബനു ഹാഷിം എന്ന കുടുംബത്തിലും. രണ്ടും ഖുറൈശികളിലെ ഫേമസ് കുടുംബമായിരുന്നു. നോബ്ലസ്റ്റ്, വളരെ പ്രസിദ്ധമായ മഹത്തരമായ നല്ല സ്ഥാനമൊക്കെ ഉള്ള കുടുംബമായിരുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. മാസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.